പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മസ്തിഷ്കത്തിൽ കാണുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്ഥാനത്തെക്കുറിച്ചും ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞു. പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് വേഗത്തിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്ഥാനം? പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ്. മസ്തിഷ്കത്തിൽ ഹൈപ്പോ തലാമസിന് തൊട്ടു താഴെയായി കാണുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. Where is pituitary gland situated? Pituitary gland is situated in the brain just below hypothalamus. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് 2 ദളങ്ങളാണ് ഉള്ളത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത് 2 ദളങ്ങളായാണ്, മുൻദളവും പിൻദളവും. Pituitary gland has 2 lobes, anterior lobe and posterior lobe. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം 5 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം 3 തരം ട്രോപ്പിക് ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവയാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന TSH, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ACTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന GTH. 4ാമത്തെ ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ. 5ാമത്തെ ഹോർമോണാണ് prolactin. The hormones secreted by the anterior lobe of the pituitary gland are TSH, ACTH, GTH, growth hormone namely somatotropic hormone and prolactin. അവയിൽ 4ാമത്തെ ഹോർമോണായ സൊമാറ്റോട്രോപ്പിനെ കുറിച്ചും അത് വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന 4ാമത്തെ ഹോർമോണായ വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ശാരീരിക വളർച്ച സാധ്യമാക്കുന്ന ഹോർമോണാണ്. 4ാമത്തെ ഹോർമോണായ വളർച്ചാ ഹോർമോൺ അറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിൻ എന്ന പേരിലാണ്. ഇത് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ ശരീര വളർച്ച. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ. The 4th hormone is a growth hormone named somatotropic hormone, promotes the growth of the body. Growth of the body takes place under the control of hormones. The hormone that promotes the growth of the body during its growth phase is the growth hormone called somatotropin. അടുത്തതായി വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിൽ വളർച്ചയെ എപ്രകാരം ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളർച്ചയുടെ ഘട്ടത്തിൽ സാധാരണ തോതിലാണ്
സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനമെങ്കിൽ ശരിയായ ശാരീരിക വളർച്ച സാധ്യമാകുന്നു. എന്നാൽ വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീര വളർച്ച ശരിയായ രീതിയിലല്ല നടക്കുക. നമ്മുടെ ശരീരം അമിതമായി വളരുന്നതിന് അത് കാരണമാകുന്നു. ഇങ്ങനെ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. ഇതിന് കാരണം എന്താണ്? സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വളർച്ചയുടെ ഘട്ടത്തിൽ കൂടി. ഇതുപോലെ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം സാധാരണ കിട്ടേണ്ടതായ അളവിനേക്കാൾ കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വളർച്ച മുരടിക്കും. സാധാരണ വളർച്ച നടക്കില്ല. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് വാമനത്വം. അപ്പം എന്താണ് വാമനത്വത്തിൻ്റെ കാരണം? സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വളർച്ചയുടെ ഘട്ടത്തിൽ കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം. The fourth hormone is a growth hormone named somatotropic hormone, promotes the growth of the body. When the production of somatotropin in our body is normal, the normal growth of the body takes place. When the production of somatotropin increases during growth phase, what will happen? The amount of somatotropin is high in our body. So, the excessive growth of the body takes place. And this condition is known as gigantism. There is another stage called dwarfism. In that stage, the production of somatotropin decreases during the growth phase. If the amount of somatotropin is less in our body during our growth phase, what will happen? The growth will be reduced. And that condition is known as dwarfism. അടുത്ത ഒരു അവസ്ഥയാണ് അക്രോമെഗാലി. എന്താണ് ഈ അവസ്ഥ? വളർച്ചാഘട്ടത്തിനു ശേഷം സ്വാഭാവികമായി സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരേണ്ടതാണ്. എന്നാൽ വളർച്ചാഘട്ടത്തിനു ശേഷവും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അമിതമായാൽ എന്താണ് സംഭവിക്കുക? മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലുള്ള അസ്ഥികൾ വളരുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതാണ് അക്രോമെഗാലി. And there is yet another condition that is known as acromegaly. In this condition, the excessive production of somatotropin takes place even after the growth phase. After the growth phase, the amount of somatotropin produced must be reduced. Why it should be reduced? Because our body's normal growth has already attained. So the amount of somatotropin produced must be reduced. But here what happens? In acromegalic patients, the excessive production of somatotropin takes place even after the growth phase. And this is characterized by the growth of the bones on the face, jaws and fingers. ചുരുക്കത്തിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇതാണ്. വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ.
വളർച്ചയുടെ ഘട്ടത്തിൽ അതിൻ്റെ ഉൽപാദനം സാധാരണ തോതിലാണെങ്കിൽ ശരിയായ ശാരീരിക വളർച്ച സാധ്യമാകുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം കൂടിയാൽ ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം എന്ന അവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ വളർച്ചാ ഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപാദനം കുറഞ്ഞാൽ വാമനത്വം അഥവാ ഡ്വാർഫിസത്തിന് കാരണമാകുന്നു. വളർച്ചാ ഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം അമിതമായാൽ ആ അവസ്ഥയാണ് അക്രോമെഗാലി.